നേരത്തെ അവിടെ ഈ ഡോക്ടർമാരുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ നിന്നൊക്കെ ഡോക്ടർമാരെ എത്തിച്ചിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഈ കൂടുതൽ ഡോക്ടർമാരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കൂടുതൽ മന്ത്രിമാർ അവിടേക്ക് ഉടൻ തന്നെ എത്തും എന്നുള്ള വിവരം, അവർ നേരത്തെ തന്നെ അവിടേക്ക് തിരിച്ചിരുന്നു, അവർ ഉടൻ തന്നെ അവിടേക്ക് എത്തും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആ തരത്തിൽ കൂടി കൂടുതലായിട്ട് ഇനി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകളുടെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ചാണ്. അവർക്ക് പ്രധാനമായിട്ടുള്ള ഇത് ചികിത്സ നൽകലാണ്. അപ്പോൾ അതിലേക്കൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ BJPയും പ്രവർത്തകരോട് കൂടുതലായി ഈ പരിക്കേറ്റവർക്കും ഒപ്പം തന്നെ ആശുപത്രിയിൽ കഴിയുന്നവർക്കുമൊക്കെയുള്ള സേവന സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തണം എന്നുള്ള ആഹ്വാനം തമിഴ്നാട് BJPയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതലായി രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ, ഒപ്പം തന്നെ വിജയിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഘടകങ്ങൾ, ഇതൊക്കെയും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ TVKയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും വന്നിട്ടില്ല. അത് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് അത് തന്നെയാണ്. TVK ഏതാണ്ട് നിശബ്ദമാക്കപ്പെട്ടു, അവർക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഏതാണ്ട് ഒറ്റപ്പെട്ടു എന്ന് വേണം കരുതാൻ. കൂടുതൽ പോലീസ് സേന കരൂരിലേക്ക് എത്തും എന്നാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ആരോഗ്യ പ്രവർത്തകരെ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. കോൺഗ്രസും BJPയും DMKയും അവരുടെ പ്രവർത്തകരോട് ഈ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ ആശുപത്രിയിൽ എത്തിക്കേണ്ടവർക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ വേണ്ടവർക്കും ഭക്ഷണം വെള്ളമൊക്കെ വേണ്ടവർക്കും അത് എത്തിച്ചു നൽകണമെന്ന് DMKയും കോൺഗ്രസും BJPയും അവരുടെ നേതാക്കൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പോലീസ് അവിടേക്ക് കൂടുതലായി വരുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർ മറ്റു ജില്ലകളിൽ നിന്ന് അവിടേക്ക് എത്തുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് 360 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ചെറുപട്ടണമാണ് കരൂർ. അതുകൊണ്ട് സമീപത്തുള്ള മറ്റു ജില്ലകളിൽ നിന്നൊക്കെയാണ് അവിടേക്ക് ആരോഗ്യ പ്രവർത്തകരെയും ആംബുലൻസുകളും ഒക്കെ എത്തിക്കുന്നത്. ആംബുലൻസുകളുടെയൊക്കെ അപര്യാപ്തത തുടക്കത്തിൽ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ആംബുലൻസുകൾ എത്താൻ അവിടേക്ക് കഴിയാത്ത തരത്തിൽ റോഡുകളാകെ ജനനിബിഡവുമായിരുന്നു. അവർക്കിടയിലൂടെ അവരെ വകഞ്ഞു മാറ്റിയാണ് ആംബുലൻസുകൾ അവിടേക്ക് എത്തുകയും ഈ വീണ് കിടക്കുന്നവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തത്. പലർക്കും കൃത്യസമയത്ത് വൈദ്യസഹായം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം നമുക്ക് നൽകാൻ കഴിയുക. തമിഴ് മാധ്യമങ്ങളിലേക്ക് ദൃശ്യങ്ങൾ നമ്മൾക്കൊരു പക്ഷേ കണ്ണീരടക്കാതെ കാണാൻ കഴിയില്ല. അത്രയും ഭയാനകവും അങ്ങേയറ്റം ഹൃദയഭേദകവുമാണ് ഈ ആശുപത്രികളിലെയൊക്കെ കാഴ്ചകൾ. ഉറ്റവരെ തിരഞ്ഞ് ആശുപത്രികളിൽ അലയുന്ന ആളുകളെ കാണാം, മക്കളെ തേടി എത്തുന്ന മാതാപിതാക്കളെ കാണാം, അതുപോലെ ബന്ധുക്കൾ എവിടെയെന്നറിയാതെ ഇപ്പോഴും അലഞ്ഞു തിരിയുന്ന ആളുകളെ, അലമുറയിടുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. തമിഴ് മാധ്യമങ്ങൾ നോക്കിയാൽ അത്തരം ദൃശ്യങ്ങളേ ഉള്ളൂ. വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ കൊണ്ട് ഈ വൈകുന്നേരം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് രാജ്യത്തിനാകെ. തമിഴ്നാട്ടിൽ മാത്രമല്ല, രാജ്യമാകെ ഏതാണ്ട് ഞെട്ടി തരിച്ചു നിൽക്കുന്ന മണിക്കൂറുകളാണ്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുടെയും അനുശോചന സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. ജിഷ്ണു, ഇത് ഒരു പക്ഷേ നേരത്തെ ജിഷ്ണു പറഞ്ഞതുപോലെ തമിഴ്നാട് കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്ന് എന്നതിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്, തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് രാജ്യം തന്നെ കാണുന്ന വലിയ ദുരന്തങ്ങളിൽ ഒന്നായി മാറുന്നുണ്ട് തമിഴ്നാട്ടിലെ ഈ കരൂരിലെ അപകടം, അല്ലേ? തീർച്ചയായും അത് വലിയൊരു അപകടമായി മാറുന്നു. അത് മാത്രമല്ല, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലേക്ക് അത് കേവലം സംഭവിച്ചു പോയ ഒരു അപകടമായി മാത്രം കാണാൻ സാധിക്കാത്ത തരത്തിൽ പൂർണ്ണമായ അതിൻ്റെ ഉത്തരവാദിത്വം TVKയും അതുപോലെ തന്നെ നടനും രാഷ്ട്രീയ നേതാവുമായ വിജയും ഏറ്റെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിജയകുമാർ. അത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്ന വിവരമാണ്. നേരത്തെ തന്നെ പോലീസ് കുറച്ചുകൂടി തുറന്ന സ്ഥലത്തേക്ക് ഈ പരിപാടി മാറ്റണമെന്ന് TVKയും അതിൻ്റെ നേതാക്കളെയും അറിയിച്ചിരുന്നു. എന്നാൽ തുറന്ന സ്ഥലത്തേക്ക് പരിപാടി മാറ്റാൻ TVK അതിന് തയ്യാറാകാതിരുന്നതാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട വിവരം. എന്ന് വെച്ചാൽ ആളുകളെ ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തത്തിലേക്ക് TVK കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ മറ്റൊരു സ്ഥലം TVK ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവിടെയും ഇത്തരത്തിൽ വലിയ ട്രാഫിക് ബ്ലോക്കും അതുപോലെ തന്നെ ആളുകൾ വന്ന് കുമിഞ്ഞുകൂടുന്ന സാഹചര്യം, തിക്കും തിരക്കും ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ പരിപാടി നടന്ന ഈ കരൂർ ഈറോഡ് ഹൈവേ സൈഡിലുള്ള ഈ മൈതാനത്തിലേക്ക് പരിപാടി മാറ്റുന്നത്. അത് മാത്രമല്ല, നേരത്തെ തന്നെ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് വലിയ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്. ആ മുന്നറിയിപ്പ് TVK അവഗണിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് TVK പ്രതികരിക്കുമോ എന്നുള്ള കാര്യം. TVK പ്രതികരിക്കാൻ ഒരു സാധ്യതയും ഇന്നത്തെ ദിവസം ഇല്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം
അത്ര വലിയൊരു കുറ്റകൃത്യം TVK ചെയ്തിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. വിജയകുമാർ, ഇപ്പോൾ റിട്ടയർഡ് ജഡ്ജായ അരുണ ജഗദീശന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് തമിഴ്നാട് ഗവൺമെന്റ്, കാര്യം എന്താണെന്ന് പഠിക്കാൻ വേണ്ടി. മാത്രമല്ല, ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ കരൂരിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കരൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു കാര്യങ്ങൾ അന്വേഷിക്കാൻ. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വന്നോ, അതുമാത്രമല്ല എന്താണ് യഥാർത്ഥ കാരണം, ഈ അപകടത്തിൻ്റെ കാരണമെന്ന് പഠിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം കരൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വേലുച്ചാമിപുരത്തെയും അതുപോലെ തന്നെ കരൂരിലെയും ആശുപത്രികൾ നിറയെ ആളുകൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്, മൃതദേഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.